നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച നന്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഏറ്റവും അനിവാര്യമായ ഒരു പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുന്നത്. ആരോഗ്യരംഗം തന്നെ പരിശോധിച്ചാൽ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും സൗകര്യങ്ങളുമൊക്കെ ഏറെക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ ഗ്രാഫ് വളരെ താഴോട്ടാണ്. രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മത്തിൽ 2011 മാത്രം കോഴിക്കോട് ടൗണിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയെത്തിയ രോഗികളിൽ 75% നമ്മുടെ സമുദായമായിരുന്നു, മുസ്ലിം സമുദായമായിരുന്നു എന്ന് വന്നാൽ, രോഗികളില്ലാത്ത ഒരു നഗരമുണ്ടാക്കിയ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേഗസ് രാജാവ് സമ്മാനമായി കൊടുത്തുവിട്ട ഒരു ഡോക്ടറെ, ഒരു വൈദ്യരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭാഗം നിശ്ചയിച്ചുകൊണ്ട് ചികിത്സിക്കാനെത്തുകയും മാസങ്ങളോളം ഇരുന്നിട്ട് കാര്യമായ രോഗികളൊന്നും സമീപിക്കാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് സങ്കടം പറയുന്ന ആ വൈദ്യരുടെ കഥ പരിശുദ്ധ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രവാചകരെ, അങ്ങ് അബസീനിയയിലായിരിക്കുമ്പോൾ നിരവധി ആളുകളെ ചികിത്സിച്ചിരുന്ന വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ് ഞാൻ. പക്ഷേ ഈ നഗരത്തിൽ എൻ്റെ അടുക്കലേക്ക് ചികിത്സ തേടിയെത്തിയ ആളുകൾ ഇവിടെ കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞങ്ങളൊരു പ്രത്യേക സമുദായമാണ്. ഈ സമുദായത്തിന്റെ മേന്മകൾ എന്താണ് എന്നും ഈ സമുദായം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങൾ എന്താണ് എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ഈ സമുദായത്തിലാണ് ഇന്ന് രോഗികളും ഏറിയ കൂടുതൽ എന്ന് മാത്രമല്ല, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ട് പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മ മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ചികിത്സാ വഴികളിൽ ഏറ്റവും വലിയ ചികിത്സ പരിശുദ്ധ ഖുർആനാണെന്ന് അള്ളാന്റെ മുത്തുപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ ഖുർആനിനെ പോലെ ചികിത്സാ വഴിയില്ലെന്ന്, അതാണ് ഏറ്റവും വലിയ ചികിത്സയുടെ മാർഗമെന്ന്. ആ ചികിത്സയിലൂടെയാണ് പടച്ചവന്റെ ശിഫായിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം തീരുമാനിക്കാൻ ഏറെ കാരണമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയപ്പോഴേക്ക് വിഷമേറ്റുകൊണ്ട് മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യൻ, ഗോത്ര നേതാവ് ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വന്ന സംഭവം ഇമാം ബുഖാരി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓതിയത് കേവലം ഒരു സൂറത്തുൽ ഫാത്തിഹയാണ്. 30ഓളം വരുന്ന സഹാബ അള്ളാഹുവിന്റെ മുത്തുപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്കുള്ള നിർദ്ദേശപ്രകാരം ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോവുകയാണ്. ഒരു ഗ്രാമത്തിൽ ചെന്നു. ആദിത്യ മര്യാദ പോലുമില്ലാതെ ആ നാട്ടുകാർ അവരെ ആട്ടി ഓടിക്കുകയാണ്. തൊട്ടടുത്ത ഗ്രാമത്തിൽ വിഷമത്തോടു കൂടെ നിൽക്കുമ്പോഴാണ് ഈ ഗ്രാമത്തിൽ നിന്നൊരാൾ ഓടി വന്നുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഗോത്ര നേതാവിന് ഇതാ വിഷം കയറിയിട്ട് മരണത്തോട് മല്ലിടുകയാണ്. നിങ്ങളിൽ മന്ത്രിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? സ്വഹാബികൾ മറുപടി പറഞ്ഞു, ഇല്ല, ആരുമില്ല. ഒരു സ്വഹാബി ചോദിച്ചു അത്രേ, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ പോയി മന്ത്രിക്കാം. സമ്മതം കൊടുത്തു. ഒരു മനുഷ്യനെ സഹായിക്കുകയില്ലേ? അദ്ദേഹം ചെന്നു, പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹ സൂറത്ത് ഓതി തീരുമ്പോഴേക്ക് വിഷം കയറി മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന ആ സഹോദരൻ, ഗോത്ര നേതാവ്, ആരോഗ്യത്തോടെ കൂടെ എഴുന്നേറ്റ് നിന്നുവെന്ന് പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഫാത്തിഹ കൊണ്ട് പോലും ഇത്ര വലിയ ശമനമുണ്ടാക്കാൻ, ശിഫയുണ്ടാക്കാൻ സാധ്യമെങ്കിൽ അതേ തീർച്ചയാണ് അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ ശിഫ. ഏത് മരുന്ന് കഴിച്ചാലും, ഏത് മരുന്നായിരുന്നാലും ആ മരുന്ന് കഴിച്ചാൽ ശിഫായിന്റെ തീരുമാനം ഉണ്ടാകുമെങ്കിൽ ആ തീരുമാനമുണ്ടാകാൻ ഏറ്റവും ബന്ധപ്പെട്ടത് പരിശുദ്ധ ഖുർആനാണ്. അത് റബ്ബിന്റെ കലാമല്ലേ? അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മാ ഹുവ ശിഫാഉ വറഹ്മ ലിൽ മുഅ്മിനീൻ. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ എന്തേ ഞങ്ങൾ എത്ര ഫാത്തിഹ ഓതുന്നുണ്ട്, എത്ര ഇഖ്ലാസ് സൂറത്ത് ഓതുന്നുണ്ട്, ഞങ്ങൾക്കിത് കൊണ്ടൊന്നും യാതൊരു മാറ്റവുമില്ലല്ലോ.
കാലങ്ങളായി എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട്, എന്റെ തലവേദന മാറുന്നില്ലല്ലോ. അതേ പരിശുദ്ധ ഖുർആൻ ശിഫയാവുക ലിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്കാണെന്ന് പരിശുദ്ധ ഖുർആന്റെ സത്യസാക്ഷ്യമാണ്. മുഅ്മിനീങ്ങൾക്കാണ്, ഈമാന്റെ അഹലുകാർക്കാണ് പരിശുദ്ധ ഖുർആൻ ശിഫയായി മാറുക. ആ പരിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ ശിഫയെന്ന് അല്ലാഹു തന്നെ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇന്ന് ചികിത്സാ മേഖലകളിൽ പ്രത്യേകിച്ചും ആത്മീയ ചികിത്സയാകുന്ന പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വലാത്തുകൾ കൊണ്ടും ഖുർആൻ കൊണ്ടും ചികിത്സിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? അത്തരം ചികിത്സകളൊക്കെ അത് പരിശുദ്ധ ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യങ്ങളാണെന്ന് പോലും ചിലർ ജൽപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അതാണ് ഏറ്റവും വലിയ ശിഫയുടെ വഴിയെന്നാണ്. അതിൽ നിന്നെല്ലാം മുസ്ലിം ഉമ്മത്താകുന്ന മേറെ പിറകോട്ട് പോയി. മാത്രമല്ല, ഏത് വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ച വഴി പരിശുദ്ധ അദ്കാറുകളാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാത്തങ്ങൾ മഹാനവറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, മഹാന്റെ മുമ്പിൽ വന്നുകൊണ്ട് നാട്ടുകാരുടെ പരാതി, മഹാനവറുകളെ, രാജാക്കന്മാർ, അധികാരം നടത്തുന്ന ആളുകൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനങ്ങളിൽ പരിശുദ്ധമായ ദിക്റുകളെന്ന് ക്രോഡീകരിക്കുകയാണ്. നാം ഇന്ന് ഹദ്ദാദ് റാത്തീബ് എന്ന് വിളിക്കുന്ന ആ റാത്തീബ് അദ്കാറിന്റെ സമാഹാരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ക്രോഡീകരിച്ച് നാട്ടുകാരോട് ചൊല്ലാൻ പറയുകയാണ്. മുസ്ലിമീങ്ങളുടെ മേൽ അധികാരികൾക്കുള്ള ആക്രമണങ്ങളും അവർക്കുള്ള വിഷമങ്ങളും കൂടി വന്നപ്പോൾ മഹാനവറുകളുണ്ടാക്കിയ വഴി പരിശുദ്ധ അദ്കാറാണെന്നും ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്ന് വന്നാൽ മുസ്ലിമിന്റെ രക്ഷാ കവചമായി പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഖുർആനിൽ നിന്ന്, പരിശുദ്ധ അദ്കാറുകളിൽ നിന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കുള്ള സ്വലാത്ത് സലാമകളിൽ നിന്ന് ഏറെ പിറകോട്ട് പോകുന്ന സാഹചര്യമല്ലേ എന്ന് നബിതങ്ങളുടെ സ്നേഹത്തോടുകൂടെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹാധിക്യത്തോടുകൂടെ നാം ചൊല്ലുന്ന ഒരുപാട് വചനങ്ങൾ മൻഖൂസ് മോറിൽ പോലും കാണാം. അൻത തത്ലൂ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. പരിശുദ്ധ മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളെ നേരിട്ട് വിളിച്ച് എന്റെ ഹബീബായ, എന്റെ സയ്യിദായ നബി തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. നക്ഷത്രങ്ങൾക്കിടയിൽ അങ്ങ് പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുകയാണ്. ഞങ്ങളുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തിൽ അങ്ങ് തിളങ്ങുകയാണ്. അങ്ങ് ശോഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബൽ അല്ല, വഅശ്റഫു മിൻഹു യാ, അതിനേക്കാൾ നന്നായി, അതിനേക്കാൾ തിളക്കത്തിൽ, അതിനേക്കാൾ ശോഭയോടുകൂടെ അങ്ങ് പ്രകാശം ചൊരിയുന്നുവെന്ന് ഇഷ്കോടുകൂടെ മഹബത്തോടുകൂടെ ചൊല്ലേണ്ട വചനങ്ങളായത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. സ്വന്തം ഉപ്പ കാണിക്കുന്ന, ഉമ്മ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ നമ്മളോട് സ്നേഹം കാണിച്ച മുഹമ്മദ് മുസ്തഫ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ നഫ്സുകൾക്ക് നമുക്ക് തന്നെ ഉണ്ടാകുന്ന സ്നേഹത്തെക്കാളും വലിയ സ്നേഹമാണ് മുത്ത് റസൂലിൻ നമ്മളോടുള്ളത്. നമ്മെ അത്രമേൽ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ, നമുക്ക് സ്വന്തം നഫ്സിനോട് എത്ര സ്നേഹമുണ്ടോ അതിനേക്കാളും വലിയ സ്നേഹം ഉമ്മ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ, ഉപ്പ കാണിക്കുന്ന സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം എല്ലാ രംഗത്തും ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊണ്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് ജീവിച്ചിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ആരുടെയെങ്കിലും ജനാസ കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർക്ക് വല്ല കടബാധ്യതയുണ്ടെങ്കിൽ റസൂൽ ഏറ്റെടുക്കുകയാണ്. കുടുംബം ഏറ്റെടുക്കും മുമ്പ് ആ മനുഷ്യന്റെ, ആ സ്വഹാബിയുടെ കടം ഏറ്റെടുക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തുകൊണ്ട്? വല്ല ബാധ്യതയും വെച്ച് മരിച്ചു പോയാൽ ആ റൂഹ് പടച്ചവന്റെ പക്കലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ ആത്മാവ് റബ്ബിന്റെ സമക്ഷത്തെങ്കിലേക്ക് ഉയർന്നു പോകണമെന്ന്, അവന്റെ ആത്മാവ് റബ്ബിന്റെ പക്കൽ ഉയർന്നു പോയി സുഖിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്തോട് വിട പറയുന്ന അവസാന വേളയിൽ പോലും ഉമ്മത്ത് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. ഈ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് മുസ്ലിം ചൊല്ലുകയാണ്, അൻത ഉമ്മുൻ അമ്മബൂ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അങ്ങന്റെ പിതാവ് അതോ അങ്ങന്റെ മാതാവ് അല്ല, മാ റഅയ്നാ ഫീഹിമാ, മാതാവിലും പിതാവിലും കാണാത്ത സ്നേഹമാണ് പ്രവാചകരെ അങ്ങയിൽ എനിക്ക് ദർശിക്കാൻ കഴിയുന്നത്, അങ്ങയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് എന്ന് ഒരു മുഅ്മിനിന്റെ മനസ്സിൽ എന്ന് പറയേണ്ട വചനമാണെങ്കിൽ അത് ചൊല്ലിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുസ്ലിം നാമധാരികൾ പറയുന്നുവെങ്കിൽ, മുഅ്മിനെ നിന്റെ നാക്കിൽ എന്ന് പറയേണ്ട വചനങ്ങൾ ഇതാ. ഇതെല്ലാം നമുക്ക് അന്യമായി, ഇതെല്ലാം നമുക്ക് ഇതിനോടെല്ലാം പുച്ഛമായി, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ നിരക്കുന്നതാണ് എന്ന് നാം സംശയിക്കുന്നവരായി അങ്ങനെ വന്നപ്പോൾ സമാധാനമില്ലാതെ ശാന്തി കെട്ട് ഏറ്റവും വലിയ വിഷമങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നാം നടക്കുന്നുവെങ്കിൽ, മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ഇതിനെല്ലാം ഒരു പ്രതിവിധിയായി പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വഴി ഈ സ്വലാത്തുകളാണ്, ഈ സലാമകളാണ്, ഈ അദ്കാറുകളാണ്, പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.